നമുക്കിന്നൊരു ടുലിപ്സ് ഫ്ലവർ ഉണ്ടാക്കി നോക്കിയാലോ? ഒരു കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഫ്ലവർ കംപ്ലീറ്റ് ആക്കിയാലോ? ഞാനൊരു ദിവസം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ചേട്ടൻ കേട്ടോ, ചെറിയ ചേട്ടൻ, അത്ര വയസ്സൊന്നുമില്ല കേട്ടോ, ആ ചേട്ടൻ ടവൽ വിൽക്കാൻ വന്നിട്ടുണ്ട്. 20 രൂപയുടെ നമ്മുടെ സാധാ കർച്ചീഫില്ല അതാട്ടോ. അപ്പോൾ അതിങ്ങനെ ഓരോരുത്തരുടെ മടിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട്, അതായത് നിർബന്ധിക്കുന്നുണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ആ ചെറിയ ഏട്ടനാണ്, അപ്പം വേറെ എന്തെങ്കിലും ജോലിക്ക് പോയാൽ പോരെ, എന്തിനാ ആ ഏട്ടൻ ഇങ്ങനെ ആൾക്കാരോട് ഇതാക്കുന്നത്? മൊത്തത്തിലൊരു സങ്കടം, ഒരു വിഷമമൊക്കെ തോന്നിയായിരുന്നേ. പിന്നെ ഞാൻ ആ ബസ് ഇറങ്ങിയാലും ചിന്തിച്ചു, അയാൾ ചിലപ്പം ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ, അതായത് വേറെ ഭാരപ്പെട്ട ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തതിനെ കൊണ്ടാണെങ്കിലോ എന്നൊക്കെ കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ സ്റ്റാൻഡിൽ കൂടെ നടന്നു വരുമ്പോൾ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടു കേട്ടോ. ഈ ഏട്ടൻ അത്രയും സഫർ ചെയ്തുകൊണ്ടാണ് ആ ടവൽ വിൽക്കുന്നത്. എന്നിട്ട് അതേപോലെ തന്നെ ഉള്ളൊരു ഏട്ടൻ ഉണ്ടായിരുന്നു, അതായത് കൈക്കും ഒന്നിനും സുഖമില്ലാത്ത ഒരു ലോട്ടറി വിറ്റ് നടക്കുന്ന ഒരു ഏട്ടൻ കേട്ടോ. അപ്പോൾ ആ ഏട്ടന് ഈ ചേട്ടൻ ചായ കുടിച്ചു പറഞ്ഞു ഒരു 20 രൂപ കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കി നിന്ന് പോയി. കാരണം ഏട്ടൻ്റെ അടുത്തും പൈസ ഇല്ല, എന്നിട്ടും ഒരാളെ ഉള്ളത് കൊണ്ട് സഹായിക്കാൻ കാണിച്ച മനസ്സ്, അത് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം അല്ലേ? കാരണം നമ്മളും അങ്ങനെ വിചാരിക്കാറില്ലേ, ഉണ്ടായിട്ട് കൊടുക്കാന്നുള്ളത്. പക്ഷെ അന്ന് ആ കാഴ്ച കണ്ടപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഇല്ലപ്പോൾ കൊടുക്കാമെന്നല്ല, നമ്മളെ അടുത്ത് എന്താണോ ഉള്ളത് ആ സമയത്ത് കൊടുക്കാൻ പഠിക്കുക, എന്നാലല്ലേ നമ്മൾ ഉണ്ടാവുമ്പോൾ കൊടുക്കൂല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ ടുലിപ്സ് ഫ്ലവർ ഇഷ്ടമായോ? അതേപോലെ കുഞ്ഞു കഥ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.